പല ജില്ലകളിൽ നിന്നും സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിലും പാലക്കാട് നിന്ന് ഞാൻ ഇതുവരെ ഒരു പ്രോപ്പർ സദ്യ കഴിച്ചിട്ടില്ല. എന്തായാലും അതിന് ഭാഗ്യമുണ്ടായത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ്. ഞങ്ങളിന്ന് പാലക്കാട് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കല്യാണത്തിന് സദ്യ ആയിരിക്കുമല്ലോ. ആദ്യം തന്നെ അവർ തൂശനില ഇട്ടു. തൂശനില എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തുള്ള ആളുടെ ഇല വലിച്ച് ഇങ്ങോട്ട് വെച്ചു. അപ്പുറത്തുള്ള ആൾ എൻ്റെ കെട്ടിയവനായതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞില്ല. മൂപ്പർ വിചാരിച്ചു നല്ല ഇല നോക്കി മൂപ്പർക്ക് കൊടുത്തിട്ട് ചീത്ത ഇല ഞാൻ എടുത്തതാണ്. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ലാസ്റ്റ് പിന്നെ എന്ത് ചെയ്തു, മൂപ്പർക്കും അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വേറെ ഇല കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ഇല വിരിച്ചു. ആദ്യം വെള്ളത്തിനുള്ള ഗ്ലാസ് വെച്ചു. പിന്നെ നമ്മളെ സാധനങ്ങൾ ശേഷം പരിപ്പ്, കാളൻ, കൂട്ടുകറി, പിന്നെ പൈനാപ്പിൾ പച്ചടി. അതിൻ്റെ ഇടയിൽ ചിപ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്സ് വെച്ചത് നിങ്ങൾ കണ്ടോ? ഞാനൊരു നോട്ടേ കണ്ടുള്ളൂ. കാരണം അത് വെക്കുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും ഏട്ടനും അനിയനും അതെടുത്ത് തിന്നലാണ് ചെയ്തത്. ലാസ്റ്റ് ഞാൻ അവരെ ഇലയിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടാണ് കഴിച്ചത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റിൽ ഒരു ഡൗട്ടുണ്ട്. പാലക്കാടൻ സദ്യ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ സദ്യയിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത് പക്ക ഒരു എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു സദ്യ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലുള്ള സദ്യയിലുള്ള സെയിം ഐറ്റംസാണ് ഈ പാലക്കാടൻ സദ്യയിലും ഉള്ളത്. എക്സ്ട്രാ എന്തെങ്കിലും മസാലയോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഐറ്റമോ അങ്ങനെയൊന്നും കണ്ടില്ല. കാരണം ഞാൻ തിരുവനന്തപുരം സദ്യയാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അതും ഇതും തമ്മിൽ ആനയും ചേനയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ വ്യത്യാസങ്ങളുണ്ട്. കാരണം സദ്യ കഴിക്കുന്നതിൽ ഒരു രീതി ഉണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരം സദ്യയാണ്. ഞാൻ സ്റ്റിൽ പറയും ഏറ്റവും നല്ല സദ്യ എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം സദ്യ. ഞാൻ കഴിച്ചതിലും ആ കഴിക്കുന്ന രീതിയിലും എല്ലാം കൊണ്ടും ഇപ്പം എനിക്കിഷ്ടം തിരുവനന്തപുരം സദ്യയാണ്. എന്നെ വെച്ചിട്ട് എൻ്റെ നാട്ടിലത്തെ സദ്യ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷെ കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. അത് നമ്മൾ അവരെ കണ്ട് തന്നെ പഠിക്കണം. എന്ന് വെച്ചാൽ എല്ലാ കറികളും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെട്ട കറികൾ കൂടി കഴിക്കാം. പിന്നെ നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ അവരുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്യണം. എല്ലാ കറികളും കഴിച്ചു നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ള വാശിയൊക്കെ ആദ്യം ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് പാലക്കാടൻ സദ്യയിലേക്ക് പിന്നെയും തിരിച്ചു വരാം. സാധനങ്ങളെല്ലാം വന്നു. ഉപ്പേരി, അവിയൽ, ഓലൻ, കാളൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അച്ചാറ്, പുളിയഞ്ചി, പിന്നെ നല്ല ചൂട് ചോറും സാമ്പാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാർ. ഈ നല്ലോണം വിശന്നുകൊണ്ടാണെന്നറിയില്ല. ഏകദേശം ആ കല്യാണം കഴിഞ്ഞ് ലാസ്റ്റ് പന്തിക്കാണ് ഞങ്ങൾ ഇരുന്നത്. ആദ്യം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് സദ്യ ആയിക്കോട്ടെ മാക്സിമം അതിലുള്ള എല്ലാ ഐറ്റംസും കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ഐറ്റംസ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെടാത്തതാണെങ്കിലും പിന്നെ അത്രയും ഇഷ്ടപ്പെട്ടില്ല വായിൽ വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ മാറ്റി വയ്ക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. നിങ്ങൾ എൻ്റെ ഇലയൊന്ന് നോക്ക്, അതിൽ എന്തെങ്കിലും സാധനം ബാക്കിയുണ്ടോ? ഇല്ല. കാരണം ഞാൻ എല്ലാം കഴിക്കും. ഞാനങ്ങനെയാണ്. എൻ്റെ അനിയനും അങ്ങനെയാണ്. എൻ്റെ അച്ഛനും അങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ടാണ് ഞാനത് ശീലിച്ചത്. ഭക്ഷണത്തിൻ്റെ വില അറിയുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അത് കഴിഞ്ഞ് പായസം എത്തി. അടപ്രഥമനും പഴം പ്രഥമനും ഉണ്ടായിരുന്നത്. അടപ്രഥമൻ മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് സദ്യം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു പായസം കഴിക്കാൻ എന്താ പറയുക സ്പേസ് എൻ്റെ വയറിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഇലയിൽ ഒഴിച്ച് കഴിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു പഴം പ്രഥമനായിരുന്നു ടേസ്റ്റ് എന്ന്. ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഭയങ്കര മധുരമായിപ്പോയി. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇതാണ് ഒരു പ്രോപ്പർ പാലക്കാടൻ സദ്യ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ പറയുമോ ഈ പാലക്കാട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടോ? ഇങ്ങനെ തന്നെയാണോ പാലക്കാടൻ സദ്യ വരുന്നത്? ഇതും മലബാർ സദ്യയും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.